കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു പുനർജനി കേസ്. വി.ഡി. സതീശൻ എന്ന കരുത്തനായ പ്രതിപക്ഷ നേതാവിനെ അഴിമതിയുടെ നിഴലിൽ നിർത്തി രാഷ്ട്രീയമായി ഇല്ലാതാക്കാം എന്ന CPM-ന്റെ മോഹം ഇന്ന് അത് തകർന്നടിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പ്രതിപക്ഷത്തിന്റെ തലവെട്ടാൻ കരുതിയ ആയുധമൊടുവിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വിശ്വാസ്യതയ്ക്ക് നേരെ തിരിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയ കോടതിയുടെ നിരീക്ഷണങ്ങളും റിപ്പോർട്ടുകളും വിരൽ ചൂണ്ടുന്നത് ഈ കേസിന്റെ പൊള്ളത്തരത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് പുനർജനി കേസിൽ വി.ഡി. സതീഷിന് ഇത്തരമൊരു ക്ലീൻ ചീറ്റ് ലഭിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തുവരും. ഈ കേസിന്റെ അടിസ്ഥാനം തന്നെ വിദേശത്തു നിന്നും പണം പിരിച്ചു എന്നതായിരുന്നു. എന്നാൽ സതീശൻ വിദേശയാത്ര നടത്തിയത് നിയമസഭാ സ്പീക്കറുടെ അനുമതിയോടെയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുമാണെന്ന് രേഖകൾ തെളിയിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമങ്ങൾ ലംഘിച്ചു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. എന്നാൽ ഒരു ജനപ്രതിനിധി തന്റെ മണ്ഡലത്തിലെ പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകാൻ സന്നദ്ധ സംഘടനകളെ ഏകോപിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമാണ്. പണം സതീഷൻ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ വന്നില്ലെന്നും പകരം സന്നദ്ധ സംഘടനകൾ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് സഹായം എത്തിക്കുകയായിരുന്നു എന്നും വ്യക്തമായതോടെ വിജിലൻസിന്റെ വാദങ്ങൾ ദുർബലമായി. കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വന്നപ്പോൾ കൃത്യമായ തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടി. ഒരു MLA എന്ന നിലയിൽ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്നത് എങ്ങനെ അഴിമതിയാകും എന്ന ചോദ്യത്തിന് മുന്നിൽ സർക്കാരിന് മറുപടിയില്ലായിരുന്നു. കേന്ദ്ര ഏജൻസികൾ പോലും അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത ക്രമക്കേടുകൾ സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിൽ വ്യക്തിപരമായ ലാഭമുണ്ടാക്കി എന്ന് തെളിയിക്കാൻ ഒരു രേഖ പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. കേസ് ഡയറി പരിശോധിച്ചപ്പോൾ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നും വെറും ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ കപ്പിത്താൻ പദവിക്ക് ഈ കേസ് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം വകുപ്പായ വിജിലൻസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവിനെ കുടുക്കാൻ ശ്രമിച്ചത് വഴി ജനാധിപത്യപരമായ മര്യാദകൾ ലംഘിക്കപ്പെട്ടു എന്ന വിമർശനം ശക്തമാണ്. സതീശനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ CPM വലിയൊരു PR വർക്ക് തന്നെ നടത്തിയിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ കത്തോടുകൂടി പ്രചാരണങ്ങളെല്ലാം വെള്ളത്തിലായി. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കാൻ ഏതറ്റം വരെയും സർക്കാർ പോകുമെന്നതിന്റെ ഉദാഹരണമായി പുനർജനി കേസ് മാറി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDF-നെ പ്രതിരോധത്തിലാക്കാൻ കരുതിയ ഈ കേസ് ഇപ്പോൾ അവർക്ക് വലിയൊരു ഊർജ്ജമായി മാറിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ എന്ന നേതാവിനെ കൂടുതൽ തിളക്കത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ വിധി സഹായിക്കും. കള്ളക്കേസുകൾ കൊണ്ട് തന്നെ തളർത്താനാവില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. മറുവശത്ത് ലാവലിൻ കേസും മാസപ്പടി വിവാദവും പിണറായി വിജയനെ വേട്ടയാടുമ്പോൾ സതീശനെതിരെ ഇല്ലാത്ത കേസുണ്ടാക്കി പ്രതിരോധിക്കാനുള്ള നീക്കം വലിയൊരു രാഷ്ട്രീയ പാളിച്ചയായി CPM-ന് തിരിച്ചടിയായിരിക്കുന്നു. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ നീതി സതീശനോടൊപ്പമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. അധികാരത്തിന്റെ ഹുങ്കിൽ കെട്ടിച്ചമച്ച കഥകൾ സത്യത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണിത്. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന ആ റിപ്പോർട്ട് കേവലം ഒരു കടലാസല്ല, മറിച്ച് രാഷ്ട്രീയ പകപോക്കലിന് ഏറ്റ കനത്ത പ്രഹരമാണ്.